ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയെ അടപടലം നശിപ്പിച്ചേ അടങ്ങൂ. പക്ഷേ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും വിശ്വാസികൾ അടങ്ങിയിരുന്നു, ഇനി അടങ്ങിയിരിക്കില്ല. പോകാനുള്ളവർക്ക് നിങ്ങളുടെ വഴികൾ വിശാലമാണ്, നിങ്ങൾ ഇറങ്ങി പോവുക. ഞാൻ ജോമോൻ ആരക്കുഴ, MTNS മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രധാനമായും നമുക്ക് രണ്ട് വ്യക്തികളെ ശ്രവിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ഒരു ചേരിയിൽ നിന്ന് രണ്ടാവനാഴികളിൽ നിന്ന് പിശാചിനു വേണ്ടി പടപുരുന്ന പിശാചിന്റെ ധീര വ്യക്തിത്വങ്ങളാണ്. ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് കുറെ നാളുകൾക്ക് മുമ്പ് ഇവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്നിവിടെ പ്രതിപാദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നാമത്തെ വ്യക്തി കുര്യാക്കോസ് മുണ്ടാടൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പിശാചിന് പാദസേവ ചെയ്യുന്ന 350 വിമത പാതിരിമാരുടെ, അതായത് വൈദിക തൊഴിലാളി യൂണിയന്റെ ആഗോള പ്രസിഡന്റ് കുര്യാക്കോസ് മുണ്ടാടൻ. രണ്ടാമത്തെ വ്യക്തി അൽമായരുടെ ഭാഗത്തു നിന്നും എടുത്താൽ അൽമായ ഗുണ്ടകളുടെ, പിശാചിനു വേണ്ടി നുണകൾ പറഞ്ഞ് നുണയുടെ സാമ്രാജ്യം തീർത്ത് അതിന്റെ മുകളിൽ അടയിരുന്ന് വിമത അൽമായ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്ന നുണയുടെ പിതാവഹൻ ഷൈജു പാപ്പാൻ. ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. ആദ്യം കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛ ഒന്ന് മൊഴിഞ്ഞാട്ടെ. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഈ സഭയിൽ നിന്നും നീതി കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ഒരു തലം, ചിലപ്പോൾ വേറൊരു തലത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതെന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. അപ്പോ കാര്യം കേട്ടല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപത ഇവർക്ക് മടുത്തു. ഇവിടുത്തെ പള്ളികളൊന്നും ഇവർക്ക് വേണ്ട, ഇവിടുത്തെ വിശ്വാസികളെയും വേണ്ട. ഇനി ഇവരുടെ വാദമൊന്നും ഇവിടെ കേൾക്കുന്നില്ലെങ്കിൽ ഇവർക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആ മറ്റൊരു കാര്യം പറയാനായി കാലാകാലങ്ങളായി പിശാചിനാൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയെ തന്നെയാണ് മുണ്ടാടനച്ചൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനായി ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൂടി കേൾക്കാം. ഒന്നുറപ്പാണ്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംസ്കാരവും എറണാകുളം അങ്കമാലി അതിരൂപത പിന്തുടരുന്ന ദൈവശാസ്ത്രവും എറണാകുളം അങ്കമാലി പാലിച്ചു പോരുന്ന രീതികളും ഒന്നും തന്നെ കൽദായ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരുമായി ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൽദായ സഭയിൽ നിന്ന് വിട്ടുപോരുന്നത് മാത്രമാണ് ഉചിതം. മറ്റെന്തെങ്കിലും ചെയ്ത് എത്ര കാലം ഇങ്ങനെ തള്ളി നീക്കും? കാരണം ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇതും കേട്ടല്ലോ. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ ഷൈജു പാപ്പാൻ പറഞ്ഞു ഇവരെ, ഈ കൽദായരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഇവരെ വിട്ട് എത്രയും വേഗം പോകണം. ഈ കുര്യാക്കോസ് മുണ്ടാടനും ഈ ഷൈജു പാപ്പാനും ഇതേ ഡയലോഗ് പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷക്കാലത്തോളമായി. ഈ കൽദായരെ വിട്ടുപോകണം, ഈ കൽദായരെ വിട്ടുപോകണം, ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, അടുത്ത പടിയെക്കുറിച്ച് ആലോചിക്കും, അടുത്ത പടി ആലോചിച്ചു, എത്രയും വേഗം ഇവരെ വിട്ടുപോകണം എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ഈ നുണയുടെ ആശാന ഈ ഷൈജു പാപ്പാന് എത്രയും വേഗം എന്ന് പറഞ്ഞ ഒരു മലയാളം വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയില്ല. എത്രയും പെട്ടെന്ന് ഈ കൽദായ സഭയിൽ നിന്ന് വിട്ടുപോരുന്നത് മാത്രമാണ് ഉചിതം. എത്രയും പെട്ടെന്ന് ഈ കൽദായ സഭയിൽ നിന്ന് വിട്ടുപോരുന്നത് മാത്രമാണ് ഉചിതം. എത്രയും പെട്ടെന്ന് ഈ കൽദായ സഭയിൽ നിന്ന് വിട്ടുപോരുന്നത് മാത്രമാണ് ഉചിതം. എത്രയും വേഗം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്, എത്രയും വേഗം പുറത്ത് ചാടണം. എത്രയും വേഗം എന്ന് പറഞ്ഞാൽ വിത്ത് ഇമ്മീഡിയറ്റ്, പുറത്ത് ചാടണം, അടിച്ചു തൂങ്ങി കിടക്കരുത്. ഇഷ്ടമില്ലെങ്കിൽ ഇട്ടിട്ട് പോണം ചങ്ങാതി. എന്താ രണ്ടുപേരും പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? പോണം 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 എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളിവിടെ ഈ സീറോ മലബാർ സഭയിൽ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിൽ ഇത്തിക്കണ്ണി പോലെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്തിനാണ്? പോണം 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 എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങളുടെ ഉദ്ദേശം പോകണം എന്നുള്ളതല്ലേ? ഇവിടെ കിടന്ന് ഈ വിശ്വാസികളെ മുഴുവൻ നശിപ്പിച്ച് ഈ പള്ളികൾ മുഴുവൻ വെന്തു വെണ്ണീറാക്കി ഇവിടുത്തെ കുടുംബങ്ങളെയും ഇവിടുത്തെ യുവാക്കളെയും ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും എല്ലാം സകലരെയും നശിപ്പിച്ച് കടന്നു പോകണമെന്നാണോ നിങ്ങളുടെ ചിന്ത? അതുകൊണ്ട് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛ, ഷൈജു പാപ്പാനെ പറഞ്ഞ വാക്ക് പാലിക്കാൻ പഠിക്കും.
എത്രയും വേഗം ഇവിടം വിട്ടു പോവുക, കളമൊഴിയുക. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഇപ്പോ മനസ്സിലായല്ലോ വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവർ ആരാണെന്നുള്ളത്. പോകും 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 എന്ന് പറഞ്ഞിട്ട്, വിട്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോകാതെ 2 വർഷമായി ഇവിടെ കാത്തുകെട്ടിക്കിടന്ന് വാക്കുപാലിക്കാത്തവർ ആരാണ്? മുണ്ടാടൻ അച്ഛനും വൈദിക തൊഴിലാളി യൂണിയനും ഷൈജു പാപ്പാനും അൽമായ ഗുണ്ടകളും. ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയെ അടപടലം നശിപ്പിച്ചേ അടങ്ങൂ. പക്ഷേ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും വിശ്വാസികൾ അടങ്ങിയിരുന്നു, ഇനി അടങ്ങിയിരിക്കില്ല. പോകാനുള്ളവർക്ക് സ്വാഗതം. പോകാനുള്ളവർക്ക് നിങ്ങളുടെ വഴികൾ വിശാലമാണ്, നിങ്ങൾ ഇറങ്ങി പോവുക. അതുകൊണ്ട് എന്നെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നന്ദി.